ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഉലുവ വെച്ചിട്ടൊരു ലഡു തയ്യാറാക്കാം. ഇത് ആർത്തവ സമയത്തുണ്ടാകുന്ന നടുവേദന വയറുവേദനയിലെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ഔഷധം കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി നമുക്ക് കുതിരാൻ വെച്ച ഉലുവ ഉണ്ടല്ലോ, അത് കുക്കറിൽ ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ വെന്ത ഉലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് വേണ്ടത് പനഞ്ചക്കരയാണ്. ഉലുവ ആകുമ്പോൾ നല്ല കയ്പ്പായിരിക്കുമല്ലോ, പനഞ്ചക്കര ഇടാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഇളകുന്ന വരെ നമുക്ക് മൂടി വെക്കാം. ഇതാ നന്നായിട്ട് ശർക്കരയുടെ വെള്ളം ഇളക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവിലാണ് ഇതിടുന്നത്. ഇതിൻ്റെ കയ്പ്പൊന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിലിടുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചധികം നട്ട്സ് ആവശ്യമുണ്ട്. ഇത് നമ്മളെ ലോട്ടസ് സീഡിലെ താമരക്കുരു അതൊന്ന് വറുത്തിട്ട് അതിടാം. പിന്നെ നമുക്ക് ബദാം, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വെളുത്ത എള്ള്, പിന്നെ കറുത്ത എള്ളും കൂടി വേണം. അതും കൂടി ഇടാം. നമുക്ക് നട്ട്സ് കുറച്ചും കൂടി ആവശ്യമുണ്ട്. പിന്നെ നമുക്കിത് പംകിൻ സീഡ്സ് ഇല്ലേ, അതും കൂടി ഇടാം. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതിന് നല്ലൊരു ഔഷധം കൂടിയാണ് ഇത്. പ്രസവിച്ച സ്ത്രീകളൊക്കെ കഴിക്കുന്ന, ആണുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാം. നടുവേദനക്കൊക്കെ നല്ലൊരു മരുന്നാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് കറുത്ത എള്ള് നേരത്തെ ഇട്ടില്ലായിരുന്നു, കറുത്ത എള്ളാണ് ഇപ്പോൾ ഇട്ടത്. ഇതും കൂടി നമ്മളെ കയ്യിലുള്ള എല്ലാ നട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള അത്ര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കട്ടിയുള്ള പാത്രം എടുക്കണം. അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചാൽ അതിൻ്റെ ഒരു മണം ചേഞ്ച് വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ഇത് ആയിട്ടുണ്ട്. ഇതുപോലെ വരണം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരണം. നെയ്യെല്ലാം ഇതായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല പാത്രത്തിൽ നല്ല ഇവിടെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് നമുക്കിത് ചെറിയ ചെറിയ ലഡുകളാക്കി മാറ്റാം. ഇതുപോലെ ഇത് 1 മാസം വരെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നല്ല ഔഷധ ഗുണമുള്ള നല്ല ഉലുവ ലഡു തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.